ബ്രില്യൻ PSC കോച്ചിങ്ങിന്റെ LDC പ്രിലിമിനറി പരീക്ഷാ പരിശീലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏത്? ഉത്തരം മീശപ്പുലിമല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏത്? ഉത്തരം കണ്ണൂർ. കേരളത്തിൽ നദികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം കുറ്റ്യാടിപ്പുഴ. കേരളത്തിലെ ഏക കന്റോൺമെന്റ്? ഉത്തരം കണ്ണൂർ. കേരളത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ഉത്തരം തിരുവനന്തപുരം. കേരളത്തിൽ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ല? ഉത്തരം പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല? ഉത്തരം കാസർഗോഡ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം? ഉത്തരം പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി? ഉത്തരം വയനാട്. കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ എണ്ണം? ഉത്തരം 4. കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവയാണ്. കേരളത്തിൽ വനപ്രദേശം ഏറ്റവും കുറവുള്ള ജില്ല? ഉത്തരം ആലപ്പുഴ. കേരളത്തിലെ ജനസംഖ്യ കുറവുള്ള ജില്ല? ഉത്തരം വയനാട്. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം? ഉത്തരം ഇളനീർ. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം? ഉത്തരം ബുദ്ധമയൂരി. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം? ഉത്തരം 41. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം? ഉത്തരം 3. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം പെരിയാർ. കേരളത്തിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി? ഉത്തരം മഞ്ചേശ്വരം പുഴ. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി? ഉത്തരം മഞ്ചേശ്വരം പുഴ. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി? ഉത്തരം നെയ്യാർ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഉത്തരം വേമ്പനാട്ട് കായൽ. കേരളത്തിലെ കായലുകളുടെ എണ്ണം? ഉത്തരം 34. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഉത്തരം ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം? ഉത്തരം പൂക്കോട് തടാകം. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം? ഉത്തരം പൂക്കോട് തടാകം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം? ഉത്തരം ലാറ്ററൈറ്റ്. കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്ന്? ഉത്തരം 1956 നവംബർ 1. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം? ഉത്തരം കേരളം. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ? ഉത്തരം തൃശൂർ. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പട്ടണം? ഉത്തരം കോഴിക്കോട്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്?
ഉത്തരം മുഴപ്പിലങ്ങാട്. കേരളത്തിലെ ഏക നദീദ്വീപ്? ഉത്തരം കുറുവ ദ്വീപ്. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത്? ഉത്തരം ചിന്നാർ. കേരളത്തിലെ നിത്യഹരിതവനം? ഉത്തരം സൈലന്റ് വാലി. സൈലന്റ് വാലി എന്ന് പേര് വരാൻ കാരണം? ഉത്തരം ചീവീടുകൾ ഇല്ലാത്തതിനാൽ. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം? ഉത്തരം സൈലന്റ് വാലി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന ജില്ല? ഉത്തരം കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം? ഉത്തരം പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം? ഉത്തരം പെരിയാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം? ഉത്തരം മംഗളവനം. മംഗളവനം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം എറണാകുളം ജില്ല. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത്? ഉത്തരം കടലുണ്ടി വന്യജീവി സങ്കേതം. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം? ഉത്തരം ചെന്തുരുണി. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം രാജ്യത്ത് നിലവിൽ വന്ന ആദ്യത്തെ ദേശീയോദ്യാനം? ഉത്തരം ഇരവികുളം ദേശീയോദ്യാനം. നീലക്കുറിഞ്ഞി എന്ന സസ്യത്തിന് വേണ്ടി മാത്രമാണ് ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം? ഉത്തരം തട്ടേക്കാട്. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന പ്രദേശം? ഉത്തരം ലക്കിടി.